ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ സമ്മറിൽ ഒരു സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആസ് ഐ സെഡ്, എൻ്റെ എമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറീസ്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അതാണ് നമുക്ക് ടോപ്പ് പ്രയോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് 2 years ഓഫ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അത് എൻഡ് ചെയ്തപ്പോൾ അത്രയും കാലം എനിക്ക് അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതിരുന്ന കുറച്ച് കാര്യങ്ങളാണ് യാത്രകൾ. അപ്പോൾ അവൾക്ക് മിസ്സായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ചെയ്യാം, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ഞങ്ങൾ റീയുണൈറ്റഡ് ആയതിനു ശേഷം. ആൻഡ് അങ്ങനെ നമ്മൾ വിചാരിച്ചു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറീസ്, അപ്പോൾ അതിൻ്റെ ഫാം ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ സമ്മർ ടൈമിൽ കാനഡയിൽ ലൈക്ക് കുറേ സ്ട്രോബെറി ഫാംസ് ആയിക്കോട്ടെ, ബ്ലൂബെറി ഫാംസും, അങ്ങനെ കുറേ ഫാംസ് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടും അവിടെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ടും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ അതൊക്കെ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനൊക്കെ ഫിക്സ് ചെയ്തു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറൗണ്ട് ഒരു 2 hours ജേണി ഉണ്ടായിരുന്നു. അതും കൺട്രി സൈഡിലൂടെ ആയിരുന്നു. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അത് കണ്ടോ, അതൊരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ വുഡനാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. അങ്ങനെ നീണ്ട 2 hours ജേണി കഴിഞ്ഞ് നമ്മുടെ ഫാമിൽ എത്തിയിട്ടുണ്ട്. അവളെ എണീപ്പിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂടായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഉറങ്ങി എണീറ്റാൽ പിള്ളേർ കുറച്ച് ടൈം എടുക്കുമല്ലോ സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സിലാണ് ആളുള്ളത്. ഇങ്ങനെ പിന്നെ നമ്മൾ അവിടെ കണ്ടല്ലോ, അവരാണ് അതിൻ്റെ കെയർ ടേക്കേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള ബാസ്ക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. മീൻസ് ഏത് സൈസിലാണോ വേണ്ടത് അതെടുക്കാം. അപ്പം നമ്മളൊരു മീഡിയം സൈസുള്ളതാണ് എടുത്തത്. ഇതിലും ചെറുതും ഉണ്ട്, ഇതിനേക്കാളും വലിയ 2 സൈസും കൂടെയൊക്കെ ഉണ്ട്. ആക്ച്വലി ആസ് എ ഫാമിലി ഓഫ് 3 ഞങ്ങൾക്ക് ഈ ഒരു ബാസ്ക്കറ്റ് തന്നെ വളരെ അധികമായിരുന്നു. നമുക്ക് പിന്നെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒരിക്കലും അത് തീരില്ലായിരുന്നു. ബിക്കോസ് ഇത് നമ്മൾ ഫാമിൽ നിന്ന് പ്ലക്ക് ചെയ്യുന്ന സ്ട്രോബെറീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമായിട്ട് പോകും. അധികം ഷെൽഫ് ലൈഫൊന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് സ്ട്രോബെറി മാത്രമല്ല, കുറേ സ്ട്രോബെറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്ന് അവർ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ പിക്ക് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഫ്ലാഗ് കണ്ടോ, അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലൈക്ക് അവരിങ്ങനെ ഫ്ലാഗ് വന്നിട്ട് കുത്തും. ആൻഡ് ആ ഒരു ഏരിയ തൊട്ടിട്ട് നമുക്ക് ഒരു ഏരിയ അവർ പറഞ്ഞു തരും. അതുവരെ ആണ് നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാനായിട്ടുള്ളത്. അവിടെയുള്ള മൊത്തം സ്ട്രോബെറീസ് നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ അവിടുന്ന് പറിക്കണം. ബിക്കോസ് വൺസ് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭാഗം വേറെ ആർക്കൊണ്ടും പിക്ക് ചെയ്യിപ്പിക്കുകയൊന്നുമില്ല. ഇനി അവരെടുക്കുമോ എന്നുള്ളത് അത് നമുക്ക് ക്ലിയർ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ അവർ പറഞ്ഞത് അങ്ങനെയാണ്. ലൈക്ക് ആ ഒരു ഏരിയ പിന്നെ അവർ നോക്കില്ല. നമുക്ക് തന്നിട്ടുള്ള ഏരിയ നമ്മൾ മാക്സിമം പിക്ക് ചെയ്യുക. പിന്നെ ഈ സ്ട്രോബെറീസൊക്കെ അത്യാവശ്യം ഒരു മിക്സഡ് ടേസ്റ്റായിരുന്നു. പുളി ഉണ്ടായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു, എന്നാൽ നല്ലൊരു മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറീസിനൊക്കെ ഒരു ചെറിയ വാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഫ്രഷായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഫാമിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പിക്ക് ചെയ്ത് കഴിക്കുന്ന സ്ട്രോബെറീസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരുന്നു. അത് നല്ലൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് ആസ് ഐ സെഡ് ഏർലിയർ,
ഭയങ്കര സണ്ണി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും അവിടെ നിൽക്കുക അത്ര പോസിബിൾ ആയിരുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് ബാസ്ക്കറ്റ് ഫുള്ളാക്കി. എന്നിട്ട് തിരിച്ചു. യാ അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി പോർട്ട് ഓവറിലോട്ടാണ് പോകാനുള്ള പ്ലാന്. അപ്പം നമ്മൾ സ്ട്രോബെറി ഫാമിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതൊരു കൺട്രി സൈഡിലൂടെയുള്ള ജേണിയാണ്. സോ അടുത്തൊന്നും നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. അപ്പം നമുക്ക് പോർട്ട് ഓവറിലെത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം നമ്മളെന്തായാലും ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയ പാടെ തന്നെ വിശപ്പിൻ്റെ വിളിയുണ്ട്. ആദ്യം നേരെ ടിം ഹോർട്ടൻസിലോട്ടാണ് കയറിയത്. ടിം ഹോർട്ടൻസിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് കോൾഡ് കോഫിയും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് റാപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോർട്ട് ഓവറിൻ്റെ ഭാഗത്തോട്ട് പോയി. സോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സ്ട്രോളറൊന്ന് സെറ്റാക്കി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം മെനക്കേടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങി. പാർക്കിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പം നമ്മളങ്ങനെ എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടക്കുക. അതാണ് അങ്ങനെയാണ് പാർക്കിങ്. പിന്നെ നമ്മൾ നേരെ കാണുന്നില്ലേ അതാണ് നമ്മുടെ ഡോവർ ബീച്ച്. ഈ വാക്ക് ടു ദ ബീച്ച് നല്ല രസമാണ് കേട്ടോ. ബിക്കോസ് നല്ല സ്മോൾ ടൗൺ വൈബാണ്. പിന്നെ ഇവിടെ എല്ലാവരും നല്ല വെതർ ആയതുകൊണ്ട് തന്നെ പുറത്ത് ആണ്. അവർ മാക്സിമം സൺലൈറ്റും അതിൻ്റെയൊക്കെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ഭയങ്കര നല്ല മൂഡിലാണ് എല്ലാവരും ഉള്ളത്. പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണ് നമ്മുടെ ഡോവർ ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാണ്ട് നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തോട്ടാണ് പോയത്. ഞാൻ പറഞ്ഞ പോലെ നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോയത്. ആൻഡ് ഓഫ് കോഴ്സ് ഭയങ്കര കാറ്റും കുറേ എന്താ പറയുക നല്ല വിഷ്വൽസൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ വെള്ളത്തിലാണെങ്കിൽ കുറേ ഗൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്ലസൻറ്റ് ഡേ ആയിരുന്നു. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ ഈ വീഡിയോയിൽ ബാക്കിൽ കുറച്ച് ബെഞ്ചസൊക്കെ കണ്ടില്ലേ, അതിലൊക്കെ ലൈക്ക് ആരൊക്കെയോ ഓർമ്മയ്ക്കായിട്ടുള്ള ബെഞ്ചസാണ്. ലൈക്ക് മെമ്മറി ഓഫ് സംവൺ, മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബെഞ്ചസാണ് ഈ കാണുന്നത്. അതിവിടെ നമ്മൾ കാനഡയിൽ ഒരുവിധം എല്ലാ പബ്ലിക് പ്ലേസിലും നമ്മൾ പോകുമ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈക്ക് അവർ ജനിച്ചിട്ടുള്ള വർഷം ടു അവർ മരിച്ചിട്ടുള്ള ആ ഒരു വർഷം, ലൈക്ക് അവരുടെ പേരും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് എപ്പോഴും കാണുന്നൊരു സംഭവമാണ്. ജസ്റ്റ് പറയണമെന്ന് തോന്നി. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. പിന്നെ അവിടെ അധികം സമയമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ബിക്കോസ് അവിടെ പോയി ആൻഡ് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വ്യൂസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി. ഇത് കണ്ടോ, ഈ ബെഞ്ചിലിപ്പോൾ കാണുന്നില്ലേ മെമ്മറി ഓഫ് എന്ന് പറഞ്ഞിട്ട്, അതാ ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വ്ലോഗ്. I hope you all enjoyed the video. So ഇഷ്ടമായെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് യാ, അത്രയേ ഉള്ളൂ. പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് താങ്ക് യു.